നമ്മുടെ ആദ്യത്തെ ഹോം സിനിമ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറയുന്ന ഹോം സിനിമ മുതൽ ഈ ഹോം സിനിമ രംഗത്ത് എൻ്റെ കൂടെയുണ്ട്. ആ ഫിലിമിൽ GK എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടൊപ്പം തന്നെ ആ ഫിലിമിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിപ്പോയ ജീവനുള്ളവരും മരിച്ചവരുമായ പതിനായിരങ്ങൾ ഈ കൈകൾ കൊണ്ട് 100ഓളം പേരെ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുത്തി. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട പിഞ്ചുമക്കൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട വിധവകൾ, മക്കൾ നഷ്ടപ്പെട്ട വൃദ്ധകൾ. ആ രംഗം കണ്ട് ഞാൻ ഒരുപാട് കരഞ്ഞിടും. വീടും കുടിയും നഷ്ടപ്പെട്ട പതിനായിരങ്ങളെ അവിടുത്തെ സർക്കാർ പുനരധിവസിപ്പിച്ചു. അതും ചെയ്യൂ, അതിലപ്പുറവും ചെയ്യൂ. എനിക്കറിയോലെ. അല്ല, ഏർമണ്ട് ഓല പുനരധിവസിപ്പിക്കുമ്പോ അതിനെതിരിൽ പടവെട്ടാൻ അവിടെ ആണുങ്ങളാരുമില്ലേഞ്ഞോ? നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറയുന്ന ഫിലിമാകുന്നതിന് മുമ്പ് സ്റ്റേജിൽ നാടകമായിട്ട് 2-3 വർഷം കളിച്ചുകൊണ്ടിരുന്നതാണ്. നാടകത്തിലും എന്നോടൊപ്പം എല്ലാ സ്റ്റേജുകളിലും കളിച്ച ആളാണ്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായി വരാനുള്ള ഒരു കാരണം, ഇദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോൾ ആ സ്കൂളുമായി നല്ല ബന്ധം ഉള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിലും കലാകാരൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ ഞങ്ങളല്ലാതെ തന്നെ ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ട്. അതിനോട് അനുബന്ധിച്ചാണ് പിന്നീട് ഇദ്ദേഹം സിനിമയിലൊക്കെ ഉള്ള ആളാണ്, സിനിമയിലൊക്കെ അതിനൊക്കെ ടെക്നിക്സൊക്കെ അറിയുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് പിന്നെ ഇദ്ദേഹത്തെ ഞാൻ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വെക്കുന്നത്. പിന്നെ കുടുംബകലം 100-ാം ദിവസത്തിൽ ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അളിയനൊരു ഫ്രീ വിസ. പിന്നെ കുതന്ത്ര ശിരോമണി എന്ന ഒരു പ്രോഗ്രാമിൽ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ചില സിനിമയിലുള്ള കഥാപാത്രങ്ങൾക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എന്ത് കഷ്ടം! നാട്ടുകാർക്ക് ചർച്ച ചെയ്യാൻ ഒരു പുതിയ വിഷയം കൂടി കിട്ടി. നമ്മുടെ പെങ്ങന്മാർക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലോ? എൻ്റെ പെങ്ങന്മാർക്ക് എന്തായാലും സംഭവിക്കൂല, കാരണം എനിക്ക് പെങ്ങന്മാരില്ലല്ലോ. ഓടാ, കണക്ക് തീർക്കണ്ട എന്നോടല്ല, നിന്റെ പെങ്ങോട് തീർക്ക്. പോയി അവളെ എന്നാക്കാൻ നോക്കടാ. 1996 കാലഘട്ടത്തിലാണ് തോന്നുന്നത്. ഞാൻ റിയാഡ് സ്കൂളിൽ നിന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഗൾഫിലൊക്കെ പോയി വന്ന് കുറച്ച് സിനിമകളിലൊക്കെ ഇങ്ങനെ വലിയ ആഗ്രഹമായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് തന്നെ സിനിമയോടും ഡാൻസിനോടൊക്കെ വലിയ ആഗ്രഹമുള്ള ആളായിരുന്നു. അങ്ങനെ കുറേ സിനിമാക്കാരുടെ പിന്നാലൊക്കെ നടന്ന് ചെറിയ ചെറിയ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ടാണ് റിയാഡ് സ്കൂളിൽ നിന്ന് അധ്യാപകരായിട്ട് വന്ന സലാം സാറിനെ അവിടുന്ന് പരിചയപ്പെടുന്നു. മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ പോകും ഇവരൊക്കെ കാണാൻ വേണ്ടി. മാഷ് പഠിപ്പിച്ചാണ് എൻ്റെ 2 മക്കളെയും. മാഷ് അനിയൻ സിദ്ദീഖ് കൊടിയത്തൂരും ആ സ്കൂളിലെ അധ്യാപകനാണ്. അവരും കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ കാണുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നമ്മൾ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. അങ്ങനെ നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറയുന്ന അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നാടകത്തിൽ GK എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ പുള്ളി എനിക്ക് വേണ്ടി എക്സ്ട്രാ ആഡ് ചെയ്യായിരുന്നു. അതാണ് അന്നുണ്ടായത്. എന്നെ മൂപ്പർക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റുമോ? എന്തോ അന്ന് തന്നെ ഒരു ജനങ്ങളെ പറ്റിക്കുന്ന സ്വഭാവൻ്റെ മുഖത്ത് കണ്ടുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനത്തെ ഒരു കഥാപാത്രം എഴുതി ഉണ്ടാക്കി ആ നാടകത്തിൽ എന്നോട് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിക്കായിരുന്നു. അങ്ങനെ ആ നാടകത്തിലൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സ്റ്റേജുകളിൽ പോകാൻ തുടങ്ങി. അപ്പോൾ സത്യത്തിലൊരു വലിയ പ്രതിഫലം ഇച്ഛിച്ചിട്ടോ അല്ലെങ്കിൽ വലിയ കാര്യം ഉണ്ടല്ലോ, പ്രതിഫലം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്ത് വളരെ കുറവായിരിക്കും. എന്നാലും ഇതിനോടുള്ള ആ വലിയ സ്നേഹം കൊണ്ട്, കലയോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നാടകത്തിന് പോകുമായിരുന്നു പലപ്പോഴും. അങ്ങനെ ആ നാടകത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ കല്യാണത്തിന് തലേദിവസം ഞാൻ നാടകത്തിലാണ്. എന്നെ കാണാൻ വേണ്ടി ആളുകളൊക്കെ വന്ന സമയത്ത് ഞാൻ വീട്ടില്ല. കല്യാണത്തിൻ്റെ അന്ന് 9 മണിക്ക് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ എത്തുന്നത്, നാടകം കഴിഞ്ഞെത്തുന്നത്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ ആദ്യത്തെ പ്രസവം അതുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നാടകത്തിലായിരുന്നു ഞാൻ. അങ്ങനെ ആ നാടകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോയിരിക്കുന്നു. ഞാൻ ഈ ക്യാമറ വർക്കിന് പോയിരുന്നു. ഫോട്ടോഗ്രാഫി ആയിരുന്നു എൻ്റെ ജീവിതമാർഗം. ഫോട്ടോഗ്രാഫി സ്കൂളുകളിലും അംഗനവാടികളിലും അതുപോലുള്ള പുറങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്ത് അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു. 99-ലാണ് നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാടകം ഞങ്ങളൊരു സിനിമയാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നതും അതിനകത്ത് ഭ്രാന്തനായിട്ട് മണികണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രത്തെയൊക്കെ കൊണ്ടുവന്നു തന്നിട്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഷൂട്ടിങ് അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഭ്രാന്തൻ അല്ലേ? അതെ, ഭ്രാന്തനൊക്കെ നാടകത്തിൽ ഭ്രാന്തനൊന്നുമില്ല, അങ്ങനെ പേര് നിങ്ങൾ തന്നെ ഭ്രാന്തനാക്കിയതായതുകൊണ്ട് ഭ്രാന്തനായിട്ട് ഒരാൾ കിടന്നിട്ട്. പക്ഷേ അത് ആ ഇതിൻ്റെ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവങ്ങളായിരുന്നു. അതൊന്നും ഒരു സിനിമാ ഷൂട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്ത. എന്തായാലും നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കി എന്ന ആ സിനിമയിലൂടെ നമ്മൾ മലബാറിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റായി, മലബാറിൽ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിട്ട് മാറിയത്.
അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിൽ നല്ലൊരു തുക മുടക്കിയിട്ടായിരുന്നു അന്ന് ആ സിനിമ ചെയ്ത്, ഒരു പൈസയും തിരിച്ചു കിട്ടാത്ത രീതിയിൽ. പക്ഷേ പിന്നീട് ഞങ്ങളെ പോലുള്ള ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ഈ ഇതുപോലുള്ള നടന്മാർക്കും ഇതുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഒരു വലിയ പ്രതീക്ഷ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് രണ്ടാമത്തെ വർക്ക് വന്നപ്പോഴാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ എസ് എ ജമീലിൻ്റെ ദുബായ് കത്ത് എന്ന് പറയുന്ന കേസറ്റ് ശ്രദ്ധിച്ചിരുന്നത് എങ്ങനെയാണോ അതിൻ്റെയും ഒരുപടി മുകളിലായിക്കൊണ്ടാണ് പരേതം തിരിച്ചു വരുന്നുള്ള സിനിമ രംഗത്ത് വന്നത്. ആ ഒരു ചിത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഹോം സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് ഒരു താങ്ങും തണലുമായിട്ട്, അതായത് സിനിമ കാണാത്ത കുടുംബങ്ങൾക്ക്, മലബാറിലെ സാധാരണ മുസ്ലിങ്ങളുടെ സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണാത്ത ആളുകൾക്ക് സിനിമ കാണാനുള്ള അവസരം ഒരുക്കി എന്നുള്ളതായിരുന്നു ഹോം സിനിമയുടെ ഞങ്ങളുടെ ഒരു തുടക്കവും വിജയവും എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നീട് അങ്ങോട്ട് ഒരു ജൈത്രയാത്ര ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടായ അനുഭവം വെച്ചാൽ, ഞാൻ ഈ സിനിമയുമായി പിന്നാലെ കൂടി നടക്കുന്ന സമയത്ത് ഒരിക്കൽ എറണാകുളത്ത് ആലപ്പുഴ ഫാസിൽ സാറിൻ്റെ വീട്ടിലേക്ക് ഇതേപോലെ അവസരം ചോദിച്ചു പോകുന്ന സ്വഭാവം എല്ലായിടത്തും ഉണ്ട്. ഫാസിൽ സാറിൻ്റെ ചേട്ടൻ്റെ മകൻ അറിയും, എന്നെ നന്നായിട്ട് അറിയുന്നതാണ്. അദ്ദേഹം അന്ന് അസോസിയേറ്റ് ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ CD കണ്ടു എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ വളരെയധികം കോരിത്തരിപ്പിച്ചൊരനുഭവം. കാരണം ഇങ്ങനെ പ്രവാസികൾ കൊണ്ടുവരുന്ന CD-കൾ ഈ മലബാറിന് പുറത്തുള്ള അല്ലെങ്കിൽ എറണാകുളത്തിനപ്പുറം കേരളത്തിൻ്റെ മറ്റുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത് കാണുന്നില്ല, വലിയ സിനിമാക്കാരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് നമ്മളൊരു CD ഫാസിൽ സാറിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടു എന്നുള്ളതാണ്. അതെന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയൊരു സംഭവമായിരുന്നു. അതുമാത്രമല്ല, ഇതിനകത്തുള്ള പല താരങ്ങളെയും കണ്ടാലറിയും എന്നുള്ളതും നമുക്ക് വലിയ സന്തോഷം. എവിടെയെങ്കിലും നമുക്ക് കോട്ടക്കലോ മലപ്പുറത്തോ ഏത് ഭാഗത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ജീവിക്കല്ലത് അല്ലെങ്കിൽ ഇന്ന ആളല്ലത് എന്ന് പറഞ്ഞിട്ട് അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ നമ്മളെ അറിയാനും പരിചയപ്പെടാനും ഒക്കെ ഉള്ള അവസരം നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതൊരു വലിയ ഗുണമായിട്ട് നമുക്ക് പറയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ നിന്നും സ്വാഭാവികമായിട്ട് നാട്ടിലാണെങ്കിൽ പോയി നമ്മൾ നാട്ടിൽ ഒതുങ്ങി. പിന്നീട് വെച്ചാൽ ഇതിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ വന്നപ്പോൾ അതിന് പുറമെ വലിയൊരു പോക്കിരിത്തരം ഞാൻ ചെയ്തു കേട്ടോ. സാറിന് മുമ്പ് തന്നെ പറയുന്നത് എന്താ വെച്ചാൽ, അഭിനയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഞാൻ സ്വന്തമായിട്ട് തന്നെ സംവിധാനം ചെയ്യാനൊക്കെ ഉള്ളൊരു പരിപാടിയൊക്കെ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ നിരവധി വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഇത് തന്നെയാണ്. അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ഇത് എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ആരൊക്കെയാണ് ഈ രംഗത്ത് എപ്പോഴാണ് വരിക പോവുക എന്നൊന്നും പറയാൻ പറ്റാത്തൊരു ഫീൽഡാണല്ലോ സിനിമ. ആരും സ്ഥിരമല്ല രംഗത്ത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്, കലയിൽ സ്ഥിരമായിട്ട് നിൽക്കുക എന്ന് പറയുന്നതും. അല്ല, അതിൽ പോയ ആൾ തിരിച്ചു വരില്ല എന്നോ അല്ലെങ്കിൽ പിന്നെ ഒരിക്കലും വന്ന ആൾ ഒരിക്കലും തിരിച്ചു പോകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റാത്തൊരു മേഖലയാണ്. കാരണം ഈ രംഗത്ത് വന്ന ഒരാളെ അയാളുടെ ചിരിയും കരച്ചിലും സംസാരവും ഒക്കെ നമുക്ക് എന്നും കാണാൻ പറ്റുക, അവരുടെ മക്കളും മക്കളുടെ മക്കൾക്കൊക്കെ ഭാവിയിൽ കാണാൻ പറ്റുന്നൊരവസ്ഥ. ഇന്നിപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നൊരു വലിയ ഫോൺ ശൃംഖലയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അത് വീട്ടിൽ നിന്ന് കാണാൻ പറ്റും. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തായിരുന്നു ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് എന്നുള്ളതാണ് ഇതിലേറെ കൗതുകകരം. ഇങ്ങനെയൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഫ്രെയിമിൽ പിന്നാലെ നടക്കുന്ന ആളാണെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാറിനെ വിളിച്ചിട്ട് ഒന്ന് ഫോണിലോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാട്സപ്പിലോ ഞാനിവിടെ ഉണ്ട് കേട്ടോ, നമ്മളെ മുഖം ഓർമ്മ വേണം കേട്ടോ എന്ന് പറയും. കാരണം അങ്ങനെ ഫോളോ അപ്പ് ചെയ്താൽ മാത്രമേ ഫീൽഡിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇത് ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ വരണമെന്ന് ആഗ്രഹിക്കാത്തവരും വളരെ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഒരു കാര്യം പറഞ്ഞ ഞെട്ടരുത്, ഈ ഞെട്ടൂലെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു കാര്യം പറയാം. ഇല്ല ഞെട്ടൂല. ഉറപ്പല്ലേ? ആ എടാ, നമ്മുടെ ഉമ്മാന്റെ ഷുക്കൂർ ദുബായി പോയത്. ഇതാ ഞാൻ പറഞ്ഞ ഞെട്ടരുത്.